കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശരത് ലാൽ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയം ചേരാൻ ഇരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ബിനിൽ, അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ പതിവിന് വിരുദ്ധമായ ഒരു പ്രസ്താവനയിൽ നമ്മൾ കാണേണ്ടത്. കാരണം വെച്ചാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അതായത് ഒരു കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുള്ളൂ എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന വാക്കുകളാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, രാവിലെ തന്നെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയായി സംസാരിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയെ സംസാരിച്ച് അവർക്ക് നേരിട്ട് നിർദ്ദേശവും നൽകി. നേരിട്ട് തന്നെ കോഴിക്കോട് എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും വേണം. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടർമാർക്ക് അവരാണ് എന്താണ് ഇതിനുള്ള കാരണം, എന്തുകൊണ്ടാണ് പുകയുണ്ടായത്, ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണോ നിർമ്മാണ പ്രവർത്തനം ഇലക്ട്രിക് അടക്കം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടക്കുക. ഏതായാലും ഇത്തരമൊരു സംഭവത്തെ മുഖ്യമന്ത്രി തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇതിൽ ഗുരുതരമായ വീഴ്ചകൾ പറ്റി എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് സർക്കാരിനും അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ലഭിച്ച വിവരം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ശക്തമായ നടപടികളും പ്രതീക്ഷിക്കാം. പോലീസിനോട് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഓർഡർ ചെയ്തു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി യോഗത്തിന് ശേഷം ആയിരിക്കും അവിടുത്തെ ഉന്നതതല സമിതി നൽകുന്ന റിപ്പോർട്ടുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തുക എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും മന്ത്രി ശിവൻകുട്ടിയോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യാനും വേണ്ടി മന്ത്രി ശിവൻകുട്ടിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ശിവൻകുട്ടിയും രാവിലെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും കോഴിക്കോട് എന്തൊക്കെ നടക്കുന്നു, കോഴിക്കോട് ഏതൊക്കെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെ, ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് അതത് സമയം ആരോഗ്യമന്ത്രിയും അതേപോലെ ചീഫ് സെക്രട്ടറി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. വിനിൽ. ഓക്കെ, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു ബൈറ്റ് നമ്മൾ കാണാറില്ല. ശരത് ലാൽ, ഒരു സംശയം കൂടി, അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരണം നടത്തണമെന്ന് ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളാണല്ലോ നടത്താറുള്ളത്, സൗണ്ട് ബൈറ്റുകൾ പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് കൗതുകത്തിന്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇക്കാര്യത്തിൽ തീരെ പ്രതീക്ഷിക്കാതെയാണ് മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ വിഷൽ എടുക്കാൻ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കടന്നു വരികയും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തത്. വ്യക്തമാണ്, ഈ സംഭവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പതിവിന് വിപരീതമായി മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഗൗരവതരമായി കാണുന്നു എന്നുള്ളതാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഈ വിഷയത്തെ അറിയിക്കുന്നത്. നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ. ഹാപ്പനിംഗ് ഹൗസിൽ ഹെഡ്ലൈൻസ്. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകടം സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദ അന്വേഷണം നടക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി.